ത്രിഡം എന്ന മാർട്ടിൻ ജോസഫ് സംവിധാനം ചെയ്ത പടത്തിനെ പറ്റി പറയാം. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുകളുടെ കാര്യത്തിൽ മലയാള സിനിമ സാധാരണ ഒരു ബെഞ്ച്മാർക്കാണ്. പക്ഷേ ഈ ത്രിഡം ഒരുമാതിരി. ഇത് സ്ലോ ബേൺ ആയിട്ട് വളരെ സാവധാനത്തിൽ കഥ പറയുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. സ്ഥിരം ഇൻസ്പെക്ടർ പോലും ഇല്ലാത്ത അത്രയ്ക്ക് സമാധാനപരമായ സൈലന്റ് ആയ ഒരു ടൗണിലെ പോലീസ് സ്റ്റേഷനിൽ പുതിയൊരു SI ചാർജ് എടുക്കുന്നിടത്താണ് കഥ തുടങ്ങുന്നത്. അവിടുത്തെ ക്രൈം റേറ്റ് അത്രയ്ക്ക് കുറവായതുകൊണ്ട് SI നേരിട്ട് ഡെപ്യൂട്ടീസിനാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ ഒരു ഹീറോ ചാർജ് എടുത്തപ്പോഴേക്കും എല്ലാം കുഴഞ്ഞുമറിയാണ്. ഒരു വലിയ ഫിനാൻഷ്യറും എവിടെന്നോ 3 കൊലപാതകങ്ങളും വരുന്നു. ഈ പുതിയ SIയും ടീമും എങ്ങനെ ഇത് കണ്ടുപിടിക്കുന്നു എന്നതാണ് ബാക്കി പടം ഈ കുറ്റകൃത്യങ്ങൾ പരിഹരിക്കുന്നത്. കഥ കൊള്ളാമെങ്കിലും സിനിമയുടെ ആദ്യ പകുതി വല്ലാതെ മടുപ്പിക്കുന്നതായിരുന്നു. SI ചാർജ് എടുക്കുന്നത് കാണിക്കാൻ ഒരുപാട് സമയമെടുത്തു. അതൊരു യുഗം പോലെ തോന്നി. ഹീറോയോട് ഒരു ലേഡി കോൺസ്റ്റബിളിന് ക്രഷ് തോന്നുന്ന ഒരു ഉപകഥയുമുണ്ട്. അത് അവളുടെ സമയം വെറുതെ കളഞ്ഞു. കഥയിലേക്ക് അതൊന്നും ഒരു സംഭാവനയും ചെയ്തില്ല. ആദ്യ പകുതിയുടെ അധികവും വെറും പോലീസ് ഫോർമാലിറ്റികളാണ്. CCTV ഫുട്ടേജ് നോക്കുന്നു, പേപ്പർ വർക്കുകൾ ചെയ്യുന്നു, ട്വിസ്റ്റുകളൊന്നുമില്ല. ഇരകളുടെ സ്ഥലങ്ങളും അലിബി സ്ഥലങ്ങളും ഒക്കെ സന്ദർശിക്കുന്നത് വെറും ചടങ്ങ് മാത്രമായിരുന്നു. ഹീറോ എന്തെങ്കിലും കണ്ടെത്തുമോ എന്ന് നമ്മൾ അവിടെ ഇരുന്ന് ആലോചിച്ചു പോകും. ഇതിനൊരു നല്ല ട്രീം ആവശ്യമായിരുന്നു. കാരണം ഇന്റർവൽ ആകുമ്പോഴേക്കും നമ്മൾ വല്ലാതെ ക്ഷീണിക്കും. യഥാർത്ഥ ട്വിസ്റ്റ് 2ാം പകുതിയിൽ ഇന്റർവൽ സീനിലാണ് തുടങ്ങുന്നത്. 2ാം പകുതിയിലാണ് നമ്മൾ അതിന്റെ സിഗ്നേച്ചർ മലയാളി സ്റ്റൈൽ കഥ പറച്ചിലും ട്വിസ്റ്റും വളവും തിരിവും കാണുന്നേ. ആദ്യ പകുതിയേക്കാൾ ഇത് മെച്ചപ്പെട്ടതാ. പക്ഷെ കിടുവാണോ? അതൊന്നുമില്ല. ഏറ്റവും വലിയ പ്രശ്നം ആദ്യ പകുതി അത്രയ്ക്ക് മോശമായി പരാജയപ്പെട്ടു എന്നത് പ്രേക്ഷകരുടെ ഊർജം മുഴുവൻ ചോർത്തിക്കളയും. അതുകൊണ്ട് 2ാം പകുതിയിൽ കഥ ശരിക്കും ഉഷാറാകുമ്പോഴും നമ്മൾ അതൊരു ക്ഷീണത്തോടെയാകും കാണുന്നത്. ക്ലൈമാക്സിലെ വലിയ ട്വിസ്റ്റ് അത് ശരിക്കും വ്യത്യസ്തവും നന്നായി ചിന്തിച്ചുണ്ടാക്കിയതുമായിരുന്നു. പക്ഷെ അപ്പോഴേക്കും അത് ആസ്വദിക്കാനുള്ള ഊർജം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. ഒരു സ്ത്രീയെക്കുറിച്ചുള്ള വീഡിയോ തട്ടിപ്പിന്റെയും ബ്ലാക്ക്മെയിലിന്റെയും ഒരു ഉപകഥയുണ്ടായിരുന്നല്ലോ. അതിനെക്കുറിച്ച് എനിക്കൊരു പിടിയുമില്ല. ആ രംഗം ഈ സിനിമയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് എനിക്കറിയില്ല. നമ്മൾ വെക്കുന്ന ഉയർന്ന നിലവാരവുമായി താരതമ്യം ചെയ്യുമ്പോൾ മലയാളം ത്രില്ലറുകൾക്ക് വെക്കുന്ന നിലവാരത്തിൽ ത്രിഡം വല്ലാതെ പിന്നോട്ടു പോയി. എല്ലാ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുകളും കാണണമെന്ന് നിർബന്ധമുള്ള ഒരാളാണെങ്കിൽ സമയം കളയാൻ വേണ്ടി മാത്രം ഇതൊന്ന് കണ്ടു നോക്കാം. പക്ഷെ ഒരു മുന്നറിയിപ്പുണ്ട്. ആദ്യ പകുതിയിൽ നിങ്ങൾ പല്ലുകടിച്ച് പിടിച്ചിരിക്കേണ്ടി വരും. നല്ല മലയാളം ത്രില്ലറുകൾ കണ്ടിട്ടുള്ള മറ്റെല്ലാവർക്കും അതൊരുപാടുണ്ടല്ലോ. ഈ ത്രിഡം എന്ന പേരുള്ള സിനിമയ്ക്ക് നിങ്ങൾക്ക് പുതിയതായിട്ട് എന്തെങ്കിലും നൽകാൻ അധികമൊന്നും തന്നെയില്ല. അതുകൊണ്ട് ഇതുപോലെയുള്ള മറ്റൊരു റിവ്യൂ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.